കുറച്ച് കീബോർഡ് ഷോർട്ട് കീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അത് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഷോർട്ട് കീസ്. Hello guys, welcome everyone to Social Freelancer. Welcome everyone to Social Freelancer. Today I'm going to talk about this topic is about my name is Abhimanue. My name is Abhimanue. ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് കീബോർഡ് ഷോർട്ട് കീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അത് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഷോർട്ട് കീസ്. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ബാർ അമർത്തിയാൽ മതി. അതുപോലെ തന്നെ വേറെ കുറച്ചും കൂടെ ഷോർട്ട് കീസ് ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേർഡ് ചെയ്യാനും കുറേ ഷോർട്ട് കീസ് ഉണ്ട്. അതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് പ്രോസസ്സ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. വർക്ക് പ്രോസസ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഷോർട്ട് കീസ് യൂസ് ചെയ്താൽ അത് നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് തുറക്കട്ടെ. ലാപ്ടോപ്പ് തുറന്നിട്ട് അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഏത് ആൽഫബറ്റ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, ടി. ആൽഫബറ്റ് ടി ആയിക്കോട്ടെ. ആൽഫബറ്റ് ടി എന്തിനാന്ന് വെച്ചാൽ ഡീഫോൾട്ട് വ്യൂ എന്ന് പറയും. ആൽഫബറ്റ് ടി ഡീഫോൾട്ട് വ്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നത് എല്ലാവരും കാണുന്ന ഒരു വീഡിയോ സൈസാണ്. അപ്പോൾ ടി അമർത്തിയാൽ വീഡിയോന്റെ സൈസ് ഇങ്ങനെയാവും. ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ, ഇതുപോലെ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ആൽഫബറ്റ് ടി അമർത്തിയാൽ സ്ക്രീനിന്റെ സൈസ് ജസ്റ്റും കൂടെ ഒന്ന് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ അത് മറക്കണ്ട. പിന്നെ അടുത്ത ഷോർട്ട് കീ എന്ന് വെച്ചാൽ സ്പേസ് ബാർ. എല്ലാവർക്കും അറിയുന്ന ഒരു ഷോർട്ട് കീ ആണ്. ഓൾമോസ്റ്റ് എൻറ്റയർ വേൾഡ് നോസ് ദാറ്റ് ഷോർട്ട് കീ. ഓക്കെ, സ്പേസ് ബാർ ഇസ് ഫോർ വാട്ട്? സ്പേസ് ബാർ നമ്മുടെ വീഡിയോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സ്പേസ് ബാർ മാത്രമല്ല വീഡിയോ പോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആൽഫബറ്റ് കീ ഇസ് ഓൾസോ യൂസിങ് ഫോർ പോസിങ് ദ വീഡിയോ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഷോർട്ട് കീ ഈസ് ഐ. ഓക്കെ, ഐ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ വീഡിയോന്റെ സൈസ്, അതായത് നമ്മളെ വീഡിയോ മിനിമൈസ് ചെയ്യാം. എങ്ങനെ? മൊത്തം പേജിൽ മിനിമൈസ് ചെയ്യാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ആ പെർട്ടിക്കുലർ വീഡിയോന്റെ സ്ക്രീൻ മാത്രം ഇതുപോലെ നോക്കിക്കോളൂ. ലൈക്ക് ഇതുപോലെ ആ വീഡിയോ റൈറ്റ് സൈഡിലോട്ടേക്ക് പോകും. ഒന്ന് മൊത്തത്തിലൊന്ന് നമുക്ക് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ നമുക്കത് സ്ക്രോൾ ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യാം. അതിലാണ് ആൽഫബറ്റ് ഐ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഷോർട്ട് കീ ആൽഫബറ്റ് ഒ ആണ്. ഒ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ കേസ് ഇഫ് അവർ ക്യാപ്ഷൻ ഇസ് ഓൺ, നമ്മൾ ഒ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ആ ക്യാപ്ഷൻ ലൈറ്റ് ആവും. ഒന്നും കൂടെ ഒ അമർത്തിയാൽ അത് ഡാർക്ക് ആവും. അപ്പോൾ ഇൻ കേസ് നമ്മളുടെ ക്യാപ്ഷൻ നമ്മളുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒ അമർത്തിയിട്ട് ആ ക്യാപ്ഷൻ ഒന്ന് ലൈറ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആൽഫബറ്റ് ഒ അമർത്തുന്നത്. അത് ക്യാപ്ഷൻ ഓൺ ആണെങ്കിൽ മാത്രമേ ആൽഫബറ്റ് ഒ അമർത്തിയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒന്നും വർക്കാവില്ല. ഓക്കെ, പിന്നെ അടുത്ത ഷോർട്ട് കീ ഈസ് എഫ്. എഫ് എന്ന ഷോർട്ട് കീ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫുൾ സ്ക്രീൻ ആക്കാം. ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് എഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. എഫ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ആൽഫബറ്റ് ജെ. ആൽഫബറ്റ് ജെ എന്ന് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു വീഡിയോ, നമ്മളെ വീഡിയോ ബാക്ക്വേർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽഫബറ്റ് ജെ. ഓക്കെ, ആൽഫബറ്റ് ജെ ബാക്ക്വേർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത ഷോർട്ട് കീ ഈസ് ആൽഫബറ്റ് എൽ. എൽ ആണ്. എൽ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൽഫബറ്റ് ജെ ബാക്ക്വേർഡ്, ആൽഫബറ്റ് എൽ ഈസ് ഫോർവേഡ്. അപ്പൊ മറക്കണ്ട. പിന്നെ ആൽഫബറ്റ് ജെയും എല്ലും മാത്രമല്ല ബാക്ക്വേർഡും ഫോർവേഡും. പിന്നെ നമ്മളുടെ ലെഫ്റ്റ് ടു റൈറ്റ് ടു ആരോസ് ഉണ്ടല്ലോ, ലെഫ്റ്റ് ടു റൈറ്റ് ടു ആരോസ് നമുക്ക് ബാക്ക്വേർഡും ഫോർവേഡും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആൽഫബറ്റ് ഞാൻ പറഞ്ഞതാണ് കെ ആണ്. കെയും നമുക്ക് പോസ് ചെയ്യാൻ വേണ്ടി, ഒരു വീഡിയോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ഷോർട്ട് കീ ഈസ് സി. സി നമുക്ക് ക്യാപ്ഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. സി അമർത്തിയ ക്യാപ്ഷൻ ഓൺ ആവും.
ഓക്കെ. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലെങ്കിൽ ക്യാപ്ഷൻസ് ഓൺ ആക്കിയിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് മൗസ് ഒക്കെ എടുത്തിട്ട് ക്യാപ്ഷനിൽ ആ CC അമർത്തിയിട്ട് വേണം ക്യാപ്ഷൻ ഓൺ ആക്കാം. അതിന് പകരം തന്നെ നിങ്ങൾ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ ജസ്റ്റ് C അമർത്തിയാൽ ക്യാപ്ഷൻ ഓൺ ആവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഷോർട്ട് കീ ഈസ് M. M is using for what? അറിയില്ല? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. M നിങ്ങളുടെ വീഡിയോ മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ. ഓക്കെ, അടുത്ത ഷോർട്ട് കീ ഈസ് 0. 0 എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ വീഡിയോ ഇൻ കേസ് നമ്മളെ വീഡിയോ ഒരു പകുതി വരെ എത്തിയെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ആദ്യം തൊട്ട് കാണണമെങ്കിൽ നമ്പർ 0 അമർത്തിയാൽ വീഡിയോ ബിഗിനിങ് തൊട്ട് സ്റ്റാർട്ട് ആവും. ഇതുപോലെ കണ്ടോളൂ. നമ്പർ 0 is for starting the video from beginning. ഓക്കെ, പിന്നെ നമ്പർ 9, അടുത്ത ഷോർട്ട് കീ ആണ് നമ്പർ 9. ഓക്കെ, നമ്പർ 9 എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ വീഡിയോ ഒരു എൻഡ് വരെ എത്തിക്കാവുന്നതാണ്. എൻഡ് വരെ മീൻസ് വീഡിയോ കംപ്ലീറ്റ് ആക്കാനല്ല. ഇപ്പോൾ ഈ വീഡിയോ 8 minutes 34 seconds ഉണ്ട്. അപ്പോൾ നമ്പർ 9 അമർത്തിയാൽ ഓൾമോസ്റ്റ് ഒരു 7 minutes വരെ നമുക്ക് എത്തിക്കാവുന്നതാണ്. ലൈക്ക് ദിസ്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്പർ വെച്ചിട്ട് തന്നെ കുറെ എന്താ പറയുക ഷോർട്ട് കീസ് ഉണ്ട്. 1 to 8 എന്ന് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നമ്മളുടെ വീഡിയോ കുറച്ചായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു കണ്ടോളൂ. ഓക്കെ, ഒന്നുകൂടെ കണ്ടോളൂ. 1 2 3 4 5 6 7 8. ഓക്കെ, വീഡിയോ അങ്ങനെ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കീസ് ആണ് 1 to 8. ഓക്കെ, അത് മറക്കണ്ട. പിന്നെ അടുത്ത ഷോർട്ട് കീ ഈസ് വാട്ട്? Alt plus D. Alt plus D എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾക്ക് മേലെ നമ്മളുടെ യൂട്യൂബ് വീഡിയോയുടെ URL കാണാമല്ലോ. സാധാരണ ആൾക്കാരൊക്കെ നമ്മൾ ആ URL സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുവച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ആ URL കോപ്പി ചെയ്യും. ഇതിപ്പോൾ അവിടെ സെലക്ട് ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് Alt D അമർത്തിയാൽ ആ URL ഓട്ടോമാറ്റിക്കായി കോപ്പി ആവും. ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവും. ലൈക്ക് ദിസ്. ഓക്കെ, Alt D. അപ്പോൾ മറക്കണ്ട, Alt D അമർത്തിയാൽ യു ക്യാൻ മാർക്ക് ദ സെലക്ഷൻ ഓൺ URL. ഓക്കെ. അടുത്ത ഷോർട്ട് കീ ഈസ് വാട്ട്? Shift plus N. Shift plus N യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അടുത്ത വീഡിയോയിലേക്ക് ജമ്പ് ആയി. അടുത്തത് എന്താന്ന് വെച്ചാൽ Shift plus greater than symbol ആണ്. ഓക്കെ, Shift plus greater than symbol നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീഡിയോ ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. സ്റ്റോറി കണ്ടത് എന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ്. അതാണ് എക്സാം സ്റ്റോറി വരെ നമ്മൾ ഫോളോ ചെയ്യാത്ത ആൾക്കാർ വരെ സ്റ്റോറി കാണും. പക്ഷേ എക്സാം പോയി വരാ. ഓക്കെ, അത് കണ്ടല്ലോ. Shift plus greater than symbol അമർത്തി നമുക്ക് നമ്മളെ വീഡിയോ സ്പീഡ് ആയിട്ട് പ്ലേ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ Shift plus lesser than symbol ഉണ്ട്. Shift plus lesser than symbol അമർത്തിയാൽ നമുക്ക് നമ്മളുടെ വീഡിയോ സ്ലോ മോഷനിൽ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, Shift plus less than symbol അമർത്തിയാൽ വീഡിയോ സ്ലോ മോഷനിലാകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പരമാവധി ഷോർട്ട് കീസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വലിച്ചെറിയുക. മൗസ് എല്ലാ കാര്യത്തിനും യൂസ്ഫുൾ ആണ് മൗസ്. പക്ഷേ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ മൗസ് ഒന്ന് യൂസ് ചെയ്യാതെ ഷോർട്ട് കീസ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് മൈ വീഡിയോസ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും